അവിടെ ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. ഇതല്ല, ഇവിടെയല്ല, അങ്ങ് പോയിട്ട് നേരെ പോയോ തീർന്നു. ഇതുവരെ പോകാനുള്ളൂ. ഒരു എൻഡ് ഏരിയ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. കടലാണിത് നികത്തി ഉണ്ടാക്കിയാണ്. അതാണ് ബെയ്നൂന ടവർ കേട്ടോ. ബെയ്നൂന ടവർ എന്നാണ് എൻ്റെ പേര്. ഇറ്റ് വാസ് ദ ഹയസ്റ്റ്. ഇപ്പോൾ അവിടെ ദുബൈയിൽ ഇപ്പോൾ മറ്റേത് വന്നവിടെ പോയി എമിറേറ്റ്സ് ടവർ വന്നവിടെ ഇതിൻ്റെ പോയി. ഇവിടെ വിളിയുന്നു. നിങ്ങൾ ഇപ്പുറത്തോട്ട് നിന്നാൽ മതി, ഞാൻ നിങ്ങളെ കൂടെ ചേർത്ത് ഷൂട്ട് ചെയ്യും. ഇല്ല, ഫോർമലായിട്ടൊക്കെ ഇരിക്കേണ്ട, സംസാരിച്ചോണ്ടൊക്കെ നിന്നു. അല്ല, ഓക്കെ. خليه حسين نناقش بالسفينه جايه عشان تعيشوا بالسفينه هون جايه مش حلك وتعال جيبوا الكتف جيبوا بابا جيب الكتف പാലസ് കണ്ട ഈ എൻഡി കാണുന്നു. എടുത്താ കിട്ടത്തില്ല, സൺ ഇങ്ങോട്ട് വന്നത്. ഒന്നും കാണത്തില്ല. ഭയങ്കര വ്യൂ അല്ലേ? അത്ര തന്നെ ഇവിടെ കാണാനുള്ള ഇത്രേ ഉള്ളൂ. അതിന്റെ സൈസ് നോക്ക്, ഭയങ്കര സൈസ് അല്ലേ? പൂച്ച നല്ല സൈസാ, കറുത്ത പൂച്ച. മീനെ പിടിക്കാനാ? ശരി, പൂച്ചയുടെ പടം പിടിക്കുന്നവൻ ക്യാമറയിൽ, മൊബൈൽ ക്യാമറയില്ലേ പൂച്ചയുടെ പടം. يلا هلا نصفى هذول ركبونا صوروا انت مستعد
ആ പല എല്ലാം ഒന്ന് തന്നെ. ഒന്നാണ് അറബിക്ക്. അറബിക്ക്. ആ പിന്നെ നമ്മുടെ ഈ മലയാളം പറയുന്ന കണക്ക് പല ദേശത്തുള്ള അത്രേ ഉള്ളൂ. കുറേ അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എല്ലാം അറബ് തന്നെയാണ്. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാക്കാൻ പറ്റും. ഇതിലൂടെ ഇങ്ങനെ പോവാം. വേണ്ട അങ്ങനെ പോകാൻ വേണ്ട. ഇതിലൂടെ പോ. ഇത് കണ്ടാണോ? ഇത് കംപ്ലീറ്റ് ഫ്ലവേഴ്സാണ്. നല്ല പൂക്കളായിട്ട് വന്നു. ഇപ്പം കരിഞ്ഞു പോയി. ഡെയിലി വെള്ളമൊക്കെ അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. മറ്റേ ഡ്രിപ്പ് ഇറിഗേഷൻ. ഫുൾ ഫ്ലവേഴ്സ് ഉള്ള സമയത്ത് നല്ല രസമാണ്. എല്ലാവരും ഓടിക്കും. ഇവിടെ കാറ് ഓടിക്കാതെ ഒന്നും ജീവിക്കാനൊന്നും നോക്കില്ല. ഇമ്പോസിബിൾ. എല്ലാരും ജോലി ചെയ്യുന്നവരല്ലേ. അറബി പെണ്ണുങ്ങളൊക്കെ കാണാൻ നല്ല പെണ്ണുങ്ങളാണ്. എന്നാലും മുഖം അതുകൊണ്ടാണല്ലോ മുഖം മറച്ച് വെക്കുന്നത്. അവന്മാര് അതുകൊണ്ടാണല്ലോ മുഖം മറച്ച് വെപ്പിക്കുന്നത്. പറയും ദേഷ്യം കൊണ്ടൊരു പണിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുന്നതാണ് ഈ പെണ്ണുങ്ങളെ. അവന് ശമ്പളം കിട്ടുമല്ലോ. കിട്ടും. റേഞ്ചില്ല. വിധേരം പൂക്കളല്ലേ. ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേര് ബ്രൈഡൽ ബൊക്കെ. ബ്രൈഡൽ ബൊക്കെ അല്ലേ? ഒരുപാട് മുട്ടകൾ പിന്നെ ഒരുപാട് പൊട്ടിക്കുന്നത് നിറയെ പോവാമോ? ഓ ഇന്ന് 2 മണിക്ക്. അപ്പോൾ ഗോപൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗോപനും ഞാനും കൂടെ മീറ്റിങ്ങിന് പോകും. നമുക്ക് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി അങ്ങ് അറേഞ്ച് ചെയ്താലോ? നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഫഷണൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്താലെന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ KSIDCയിലോ ആരെങ്കിലും അവിടെയൊക്കെ ഉള്ളവന്മാരുണ്ടല്ലോ, നമ്മളുടെ ഇടയിലൊക്കെ റെഡിമെയ്ഡ് സാധനങ്ങളും കാണും ചിലപ്പോൾ. അങ്ങനെയുള്ള ആളുകളാണ് നല്ലത്. മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്, ചൂണ്ട ഇട്ടോണ്ടിരിക്കുകയാണ്.
ഒരു മെസ്സേജ് അയക്കും. ഓ ഓക്കെ. ഓക്കെ ബൈ. റോസി. റോസിക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഇൻട്രസ്റ്റ് കൊള്ളാം, നല്ലതാണ്. പക്ഷേ അവനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുണ്ടല്ലോ, അവന് ഈ ഭയങ്കര ഓവർ പവറിങ് ആണ്. അവൻ എല്ലാവരെയും അവൻ അടിച്ചിരുത്തി അവൻ്റെ തോന്നി കണക്ക് ചെയ്യും. അത് പറ്റില്ല. ആള് മിടുക്കനൊക്കെ തന്നെ. പക്ഷേ നമ്മളെപ്പോഴും ഓപ്പൺ മൈൻഡായിട്ട് ആളുകളുടെ സജഷൻസ് സ്വീകരിക്കാനൊക്കെ തയ്യാറാണ്. ഇത് ഇവൻ എല്ലാവരെയും അവൻ്റെ ഇതിലേക്ക് കൊണ്ടുവരും. ആണ് അവൻ ചെയ്യുന്ന ഒരബദ്ധം. അവന് ഐക്യ കൂടുതലായിപ്പോൾ ഉണ്ടാവും. അത് ഡാൻസിങ് ഗേളാണ്. ഇതല്ലേ ഡാൻസിങ് ഗേൾ യെല്ലോ. ഇതിൻ്റെ പേര് മറന്നു. ഇത് വേറെ ആർട്ടിലാണ്. ഇതാണ് ഡാൻസിങ് ഗേൾ അല്ലേ? ഇതിലൂടെയൊക്കെ കണ്ടാൽ എങ്ങനെ ഇരിക്കും പറയാം. അല്ലേ? മെസ്സേജ് വന്നു കഴിഞ്ഞു. തുളസിയുടെ മെസ്സേജ് പോകുന്നുണ്ടല്ലോ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. പക്ഷെ അങ്ങനെ ഇപ്പോൾ റിട്ടയർഡ് ലൈഫാണ്. മീനുണ്ടല്ലേ? കാണാൻ വയ്യെന്നേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്നല്ലേ അവനെ വെളി കാണത്തക്ക രീതി. പക്ഷെ വെളി കാണത്തക്ക രീതിയിലായ ചിലപ്പോൾ പൊന്മാനെ കഴിക്കും. തവള നമ്മുടെ ഈ ഗാർഡനൊക്കെ എടുത്തോ? പെബിൾസ് എടുക്കുകയാണ് ഞാൻ. ഇത് ഇനി വിരിയുള്ള അത് വെയിൽ വരണം. അത് ബ്ലൂ വെയിൽ വരുമ്പോഴത്തേക്ക് അത് വരും. അപ്പോൾ മറ്റേ അടയും. അങ്ങനെയാണ് കാര്യം. നമ്മുടെ മീനെല്ലാം കിട്ടിയാ? പിന്നെ മീനെല്ലാം കിട്ടി. മീനെല്ലാം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ചത്തുവല്ലേ? എനിക്ക് തോന്നി അതിനെയൊക്കെ കാണാനില്ല. ആകെ പോയല്ലേ? മലയൊക്കെ മൂവിയിൽ കാണുന്നത് എങ്ങനെയുണ്ടോന്ന് അറിയാം. എല്ലാവരും പൊക്കളഞ്ഞു കേട്ടോ. ക്യാമറയുടെ ലൈറ്റ് കണ്ടിട്ടായിരിക്കും തട്ടിക്കളഞ്ഞു. ആണോ? ഞാനൊരു ദിവസം തട്ടിയത് മുറ്റമില്ലാതായി പോയി. കാണുന്നത് നഴ്സറി പോലെ ഉള്ള ചെടിച്ചട്ടി അത്രയും വെച്ച് വെച്ചു. എന്താണ് പെല്ലാർഗോണിയോ എന്താണത്? ഒരു പിടി കിട്ടും. ഇത് നെല്ലീനിയാന്ന് പറയും. അത് ആ പച്ച ഇത് മുകളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് നെല്ലീനിയ. നെല്ലീനിയ നെല്ലീനിയ നുള്ളീനിയ എന്തോ പറയാം. കൂടുതലൊക്കെ അറിയാൻ പറ്റും പേരൊക്കെ. ആ മാഡത്തിന് എവിടെ നിന്ന് കിട്ടി? അത് ചിപ്പി വാങ്ങിച്ചോണ്ടല്ലേ. അതിന് പെയിൻറ്റ് ചെയ്യണം. അത് പേപ്പർ മെഷല്ലേ? മഴയൊക്കെ പെയ്താൽ അത് പോവില്ലേ? അവിടെ വേറെ എങ്കിലും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചു. അത് പോയി. ചിപ്പിക്കൊക്കെ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. വാങ്ങിച്ചോണ്ടിരിക്കും. കാണുന്ന ചീപ്പാണെങ്കിൽ പൈസ നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങുമെങ്കിൽ അപ്പോഴേ തട്ടും.
ഇപ്പൊ പൂക്കളില്ലാത്ത കാലം. അതെ അതെ, എന്നിട്ട് ഇത്രയും പൂക്കളില്ലേ. ഇപ്പോൾ പൂക്കള കാലം തുടങ്ങി ശരിക്കും പറഞ്ഞു. ഓണത്തെ പക്ഷേ ഈ മഴ കണ്ടാണ് ഇപ്പൊ ഒരു ഇതൊരു ആർക്കിഡാണെന്ന് തോന്നുന്നല്ലോ. അല്ലല്ല അത് ആർക്കിടെ. എന്നാ അല്ല അല്ല, ഇത് കണ്ടിട്ട് പൂ കണ്ടിട്ട് കണ്ടതുപോലെ ഇരിക്കുന്നു. ഭംഗിയുള്ള പൂക്കളൊന്നും ഇല്ല. ഇതെന്ത് പറ്റി?